ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചക്കയെ പറ്റിയാണ്. ഹലോ ഹായ് മൈ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ വന്നതാണ്. ഇന്നൊരു ബർത്ത്ഡേ ഉണ്ട്, ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നതാണ്. അന്നേരം ഓർത്ത് എന്നാൽ 2-3 ചക്കയുടെ പറിക്കാമെന്ന് കണ്ട് പ്ലാവിൻ്റെ ചുവട്ടിലോട്ട് വന്നതാണ്. ചക്ക നിൽക്കുന്ന കണ്ടോ. ഈ പ്രാവശ്യം ഇഷ്ടത്തിന് ചക്ക ഉണ്ടായിട്ടുണ്ട്. ഈ ചക്കയുണ്ട് ഷുഗർ, കൊളസ്ട്രോള് ഉള്ള എല്ലാ അസുഖക്കാർക്കും ഈ ചക്ക നല്ലതാണ്. ഇത് വരിക്ക പ്ലാവാണ്, ഇത് വരിക്ക ചക്കയാണ്. ചക്ക ചുവട്ടി പഴുത്ത് വീണ് കിടക്കുന്നു. ഇതിൻ്റെ ചുവട്ടിലും ഉണ്ടായി കിടക്കുന്നു. അങ്ങനെ ഈ പ്രാവശ്യം ഇഷ്ടത്തിന് ചക്ക ഉണ്ടായിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വിദ്യാരണ്യപുരത്ത് വന്നാൽ ചക്ക പറിച്ചുകൊണ്ട് പോകാം. ഒരു വിലക്കും ഇല്ല. ഈ ചക്ക തിന്നാൽ BP, ഷുഗർ, കൊളസ്ട്രോള് എല്ലാ അസുഖത്തിനും നല്ലതാണ്. പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്തിന് നല്ലൊരു ഔഷധമാണ് ചക്ക. അതുകൊണ്ട് എവിടെ ചക്ക കിട്ടിയാലും ആരും ചക്ക വിടരുത്, ചക്ക കഴിക്കണം. ചക്ക കഴിച്ചാൽ പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ എവിടെ ചക്ക കിട്ടിയാലും ചക്ക പറിച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഇല്ല, അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ചക്ക പറിച്ച് തരുന്നതായിരിക്കും. പറിച്ച് തരത്തതേ ഉള്ളൂ. അത് ബാക്കിയുള്ളത് അത് ചെത്തിക്കോതിയിട്ട് പറക്കുന്നത് നിങ്ങളുടെ ജോലിയാണ്. അങ്ങനെ ഞാൻ ചക്ക പറിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ വന്നതാണ്. എന്ത് ചക്കയാണ് കിടക്കുന്നത് നോക്കിക്കോ. പ്ലാവേലെ ചക്ക 2 പ്ലാവുണ്ട്, 2 പ്ലാവിലും ചക്ക കിടക്കുവാണ്. ഈ ചക്ക വേവിക്കാൻ കൊള്ളാം, വറക്കാൻ കൊള്ളാം, പിന്നെന്തേലും കൊള്ളാം. ചക്ക കറി വെക്കാൻ എല്ലാത്തിനും കൊള്ളാം. പക്ഷേ വരിക്ക ചക്കയല്ലേ ചക്ക കിടക്കുന്നത്, അങ്ങ് മണ്ടയ്ക്കാണ് പ്ലാവേല കിടക്കുന്നത്. ഉണ്ടോ, ഇത് വരിക്ക ചക്കയാണ്. ഇത് മണ്ടയ്ക്ക പറിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന് പകരം കൂഴച്ചക്കയാണെങ്കിൽ നിലത്ത് മുട്ടി കിടക്കുവാണ്. കണ്ടോ, അത് ഉണ്ടായിരുന്നു, എല്ലാം തീർന്നുകൊണ്ടിരിക്കുവാണ്.